പ്രേക്ഷകരെ, ഗീതാ ഗോവിന്ദം ഒരു കിടിലൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സമ്മാനം, ഓണ സമ്മാനം, വിഷു സമ്മാനം, വിഷു കൈനീട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കിടിലൻ ഒരു വിരുന്ന് തന്നെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിരുന്നാട്ടോ നമുക്ക് പ്രേക്ഷകർക്ക് നൽകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഗീതുവും ഗോവിന്ദും പരസ്പരം അറിഞ്ഞ് അവരുടെ ഒരു പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഒരുക്കം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഗോവിന്ദ് ധ്യാൻ വഴി അറിഞ്ഞു നമ്മുടെ രഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ വരുത്തിയ നമ്മുടെ ഗീതുവിൻ്റെ ഇടപെടലാണ്. നമ്മുടെ ധ്യാനിനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ നിന്നും കൊണ്ടുവന്നതും എന്താ പറയുക, ധ്യാനോട് രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചതൊക്കെ ഗീതുവാണെന്നുള്ളൊരു കാര്യം നമ്മുടെ ഗോവിന്ദ് അറിയുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദിൻ്റെ ഉള്ളിൽ ഗീതുവിനോടുള്ള ഒരു പ്രണയം ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ ഹൃദയം തുടിക്കുകയാണ് പ്രേക്ഷകരെ. പക്ഷെ ഗോവിന്ദിന് ഒരു ഇത് നമ്മുടെ ഗീതു ആദ്യം പറയട്ടെ എന്ന്, ഗീതു വിചാരിക്കുന്നു ഗോവിന്ദ് ആദ്യം പറയട്ടെ എന്ന്. അങ്ങനെ ആ ഒരു എന്താ പറയുക, കടലിൻ്റെ അരികത്ത് കൂടി രണ്ടുപേരും ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് എന്താ പറയുക, ആ ഒരു പ്രണയം തുളുമ്പുന്ന മനസ്സോടെ ഹൃദയത്തോടെ രണ്ടുപേരും കൂടി മുട്ടി ഒരുങ്ങി പോകുന്ന കിടിലൻ രംഗങ്ങളാണ് പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണുവാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇന്നത്തേത്. അപ്പൊ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഗീതുവോ ഗോവിന്ദോ ആരായിരിക്കും ആദ്യം തുറന്ന് പറയുക, അതൊക്കെ തന്നെയാണ് നമ്മൾ പ്രേക്ഷകരെ ഇനി ഉറ്റുനോക്കുന്നത്. ഇത്രയും നാളത്തെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഒരു വിരാമം ആകുമോ ഇന്നത്തെയോ നാളത്തെയോ എപ്പിസോഡുകൾ? അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.